ആരൊക്കെയായത്? സവിത ചേച്ചി, സൗദാമിനി ചേച്ചിയോ? എന്താ റോഡിന്റെ അടുക്കറിയിക്കണേ? അതെ, കേശുവിനെ കാണാൻ വേണ്ടി തന്നെ നിന്നതാ. എന്നെ കാണാനോ? എന്തിനാ? അവനൊന്നും അറിയില്ല. പറഞ്ഞല്ലേ ആന്റി അറിയത്തുള്ളൂ. പറ. ഒരാഴ്ചക്ക് നീ പൈസ തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞിട്ടല്ലേ കുടുംബശ്രീന്ന് നീ പൈസ എടുത്തത്? കുടുംബശ്രീന്ന് ഞാൻ പൈസ എടുത്തുന്നാ? കൊള്ളാലടേ, പറഞ്ഞേട്ടാ. കുടുംബശ്രീന്ന് ഞാൻ പൈസ എടുത്തുന്നു. ഞാൻ കുടുംബശ്രീ ഇല്ലല്ലോ ചേച്ചി. ഭവാനിയമ്മ പറഞ്ഞത് കേശുവിനോട് ചോദിച്ചാ മതി, നിനക്ക് വേണ്ടിട്ടാ പൈസ എടുത്തതെന്നാണല്ലോ. അമ്മമ്മ അങ്ങനെ പറഞ്ഞ? മനസ്സിലായി. എനിക്ക് കാര്യം മനസ്സിലായി. പൈസ അമ്മൂമ്മ എടുത്തിട്ട് അമ്മൂമ്മക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാം. അടയ്ക്കാം, കുഴപ്പമില്ല. ഈ പൈസ ഒരുമിച്ച് അടയ്ക്കണം നിർബന്ധമില്ലല്ലോ. ഈ ഘട്ടമായിട്ട് അടച്ചാ പോരെ? എത്ര ഘട്ടമായിട്ട് അടയ്ക്കും? ഒരു 100, 150, 200, അങ്ങനെ. മാസം 100 രൂപ, അടുത്ത മാസം 200 രൂപ, ചിലപ്പോ 150 രൂപ, 75 രൂപ, ആ റേഞ്ചിന് ഞാൻ അങ്ങനെ തന്നു തീർക്കാം. കേശു കളിക്കല്ലേ, ഈ ആഴ്ച തന്നെ പൈസ വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. അപ്പൊ ഭവാനിയമ്മയെ പറഞ്ഞത് കേശുവിന് ഒരാഴ്ചത്തേക്ക് തിരിക്കാൻ വേണമെന്ന്. അമ്മൂമ്മ അങ്ങനൊക്കെ പറഞ്ഞല്ലേ? ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു തീരുമാനം പറഞ്ഞാൽ മതിയാ? ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. ഇനി എന്താ വേണ്ടേന്നേ ഞങ്ങൾക്കറിയാം. അമ്മൂമ്മ, അമ്മേ, എന്താ? അമ്മൂമ്മയ്ക്ക് ഇന്ന് ചേട്ടൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എന്ത് ഗിഫ്റ്റ്? അതൊന്നും ഞാൻ പറയത്തില്ല, വരുമ്പോ അറിയാം. ചിരിക്കുന്ന നീ? അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിച്ചതാ. പോട്ടേട്ടോ. എന്റെ കാര്യം എന്താ ആലോചിച്ച് ചിരിക്കാൻ? ഒന്നുമില്ല. അമ്മൂമ്മ, ചേച്ചിയോടെ അവളപ്പുറത്ത് കാണും. ഓക്കെ. തട്ടിപ്പ് പണം ഒളിപ്പിക്കാൻ ബാങ്ക് അക്കൗണ്ട് 20 പേർ പിടിക്കും. അയ്യോ, സൗദാമിനി, എനിക്ക് വയ്യ അതിന്റെ കൂടെ വായിരിക്കുന്നു കേൾക്കാം. അമ്മൂമ്മ കഴിച്ചു പോയാ? ഇതൊരു കണ്ണാടി കൂടെ ഒരു ഇതെങ്ങോട്ട് കയറി വന്നു? അമ്മൂമ്മ, എന്താ ഇവിടെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? പുറത്ത് നല്ല ചൂട്, അപ്പൊ പിന്നെ കുറച്ച് തണുക്കാന്ന് വിചാരിച്ചിട്ട്. പുറത്തുനിന്ന് ചൂടായിട്ട് സവിത വരുന്നുണ്ടല്ലയോ? എന്തിനമ്മത് കാശ് കൊടുത്ത് ഒഴിവാക്ക്. എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? പിന്നെ പൂഴ്ത്തി വെച്ചാൽ കാശൊക്കെ എടുത്ത് കൊണ്ടെറി. പൂഴ്ത്തി വെച്ചേക്കുന്ന കാശൊന്നുമില്ല. ഇച്ചിരി കാശുണ്ടായിരുന്നു, ഇന്നലെ കനകത്തിന് കൊടുത്തു. ഒന്നുമില്ല. ലച്ചേച്ചെടുത്ത് കിട്ടും. എനിക്ക് എപ്പോഴും അവിടെ അടുത്ത് കൈ നീട്ടാൻ. അല്ല, ഇതെന്താ രണ്ടുപേരും ഇവിടെ നിക്കുന്നേ? സാത്താമ്പത്ത് കളിക്കുക ഇവിടെയാ? അളിയെന്താ ഇതിനകത്തൊന്ന് പറഞ്ഞേ? പിന്നെ വാഷ്റൂമിൽ പിന്നെ എന്തിനാണ് ആൾക്കാര്? അറിയില്ല. അറിയാ. എന്നാ ഞാൻ നിങ്ങള് കളിക്കേ? പാറസിന്റെ കൂടെയാ? പാറസിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ ഓക്കെ. ഭവാനിയമ്മേ, 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 ഭവാനിയമ്മേ,
ഭവാനിയമ്മയല്ലേ? ആ അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാവോ? ആ അമ്മൂമ്മ, അമ്മൂമ്മ. വരും. സിദ്ധു പോകുന്നില്ലേ? ഏ അല്ല, തിരിച്ചു പോകുന്നില്ലേന്ന്. ആ എനിക്ക് ലീവേ 1 വർഷത്തേക്കാ. അത് മാത്രമല്ല ചിലപ്പോ ഞാൻ വർഷങ്ങളെ കൂട്ടാനും സാധ്യതയുണ്ട്. ഓ എന്തേ? ഇല്ല, ഒന്നുമില്ല, വെറുതെ. ഹലോ, എന്താ ചേച്ചി പ്രശ്നം? കേശവനെ റോഡിൽ നിർത്തിയിട്ട് ചീത്ത പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞു ചേച്ചി. അയ്യോ, ഞാൻ ചീത്തൊന്നും പറഞ്ഞില്ല. ചേച്ചിയല്ലേ പറയില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്റെ പൊന്നു ലച്ചു, കുടുംബശ്രീന്ന് 10,000 രൂപ 3 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടാ ഭവാനിയമ്മ തിരുമറി നടത്തിയത്. ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എന്റെ മോക്കാണ് ഈ ആഴ്ച ഫീസ് കൊടുക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുവാ. ഞാൻ അമ്മൂമ്മേനെ വിളിക്കാം. അമ്മൂമ്മേ, കേശവേ. അല്ലല്ലോ, അമ്മൂമ്മയല്ലേ വിളിക്കണേ, ചെല്ലി. പൈസ മേടിച്ച നീ ഓടിച്ചേട്ടാ. അമ്മൂമ്മയല്ലേ ഇപ്പൊ വിളിക്കുന്ന? അപ്പൊ അമ്മൂല്ലേ എവിടെങ്കിലും ഒളിച്ചിരിക്കുവാണെങ്കിൽ പോരെ, പിടിച്ച് അമ്മൂമ്മയല്ലേ പ്രസിഡന്റ്, അമ്മൂമ്മയല്ലേ എന്ന് പറഞ്ഞോണ്ട് നീ ഇവിടെ വാ. ചെല്ല അമ്മൂമ്മ അങ്ങോട്ട്. സൗദാമിനി, ആരൊക്കെയത്? കൊറേ ആയല്ലോ കണ്ടിട്ട്. മതി കേട്ടാ. മോളെ, ഇവൻ എന്നെ പറ്റിച്ചതാ. അത് എന്റെ കൂട്ടുകാരൻ എന്നെ പറ്റിച്ചതാ. കൊടുത്ത പൈസ തിരിച്ചെന്നില്ല. അമ്മൂമ്മ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇവനെ നമ്പരുതെന്ന്. ഇപ്പൊ തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നോ? വെറുതെ എന്തിനാ ഇവരെയൊക്കെ വരുത്തുന്നേ? മോളെ, നീ കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ മേടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ എന്നെ വഴക്ക് പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതൊക്കെ തന്നെയാണ് വഴക്ക് പറയാനുള്ള കാരണം. ചേച്ചി ഓക്കെ ചേച്ചി. പൈസ കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ ചേച്ചി, ഞാൻ പൈസ അയച്ചു തരാം, പോരെ? ആ, തരുമല്ലോ അല്ലേ? ആ തരാം. പടവലത്ത് പൈസയ്ക്ക് ഒരു ഇച്ചിരി ഷോർട്ടേജ് വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇത് പ്രസിഡന്റിന്റെ വാക്കാ. മോള് തരാമെന്ന് പറഞ്ഞല്ലോ, ഇനി പോവാ. ആ, പ്രസിഡന്റിന്റെ വാക്കൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഓള് തരുമല്ലോ അല്ലേ? പറഞ്ഞല്ലോ ഞാൻ തരാമെന്ന്. അല്ല, സിദ്ധു എന്നാ തിരിച്ചു പോണേന്ന് പറഞ്ഞേ? ഞാൻ രാവിലെ തന്നെ പോയിക്കോളാം. ഞാനേ കടയിൽ പോയിട്ട് വരാം. അവിടെ നിൽക്കുന്നേ. ഓടാ, പോയി സാധനം മേടിച്ചോണ്ട് വാ. ഇന്നു മുതല് ഇവിടെ അലക്കുന്നത്, തുടയ്ക്കുന്നത്, പാത്രം കഴുകുന്നത്, മീൻ മേടിക്കാൻ പോകുന്നത് എല്ലാം നീയായിരിക്കും. 10,000 രൂപ എന്നു മുതലാവുന്നോ അന്ന് ഞാൻ നിന്നെ പണി നിർത്തും. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മൂമ്മനെയും കൂടെ വിടണ്ടതാ. ഓടാ. അത് ഞാൻ കടക്കാരനെ അയച്ചു കൊടുത്തോളാം.